ദശകം 15 ശ്ലോക 4. വിമലമതിഃ ഉപാതൈഃ ആസനാദ്യൈഃ മദംഗം ഗരുഡസ്സമ അതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേത അനുവേലം കപിലതനുഹി ഇതി ത്വം ദേവഹൂത്यै നഗാദീഃ. വിമലം വിശുദ്ധമാക്കുന്നു. മതി മനസ്സ്. ഉപാതൈഹി അഷ്ടാംഗ പ്രയോജനം. ആസനാദ്യൈഹി യമ നിയമ പ്രാണായാമം. ഗരുഡ സമധിരൂഢം. ഗരുഡന്റെ പുറത്തിരിക്കുന്നതും ദിവ്യാലങ്കാരത്തോടു കൂടി ഭൂഷായുധാംഗം ദിവ്യായുധത്തെ ധരിച്ചുകൊണ്ടും രുചി ഭംഗി തുലിത പച്ചില മരത്തോടെ തമാലം വർണ്ണം ശീലയേത ധ്യാനിക്കണം അനുവേലം എപ്പോഴും കപിലതനുരിതി കപിലമുനി ത്വം ഇപ്രകാരം ദേവഹൂതിയോട് നഗാദീഹി അരുളി ചെയ്തു. അപ്പോൾ ഈ ദശകത്തിൽ കപിലോപദേശത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മുടെ കപില ഭഗവാൻ എന്താണ് ദേവഹൂതിക്ക് അരുളി ചെയ്തത്? മനസ്സ് ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഷ്ടാംഗ പ്രയോജനം മനസ്സിലാക്കി അത് പൂർണ്ണമായി നല്ല രീതിയിൽ ചെയ്യണം. എന്തൊക്കെയാണത്? യമ, നിയമ, പ്രാണായാമ, ആസനാംഗം എന്നിങ്ങനെ എല്ലാം നിശ്ചിത വേളയിൽ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ആ മനസ്സിൽ ഗരുഡന്റെ പുറത്തിരിക്കുന്നതും ദിവ്യാലങ്കാരം ദിവ്യായുധങ്ങൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന പച്ചിലമരത്തിന്റെ ആ വർണ്ണത്തോടുകൂടി ഭംഗിയായിരിക്കുന്ന ആ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായി ശുദ്ധമായി തീരുന്നതാണ്, പവിത്രമായി തീരുന്നതാണ് എന്നിങ്ങനെ കപിലമുനി ദേവഹൂതിയോട് അരുളി ചെയ്തു. വിമലമതിരൂപാതൈ ആസനാദൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്यै നഗാദീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.